ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് 2018 മോഡൽ ഒരു നീറ്റ്ലി മോഡിഫൈഡ് ഒമ്നിയാണ്. മാരുതി സുസുക്കി ഒമ്നിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ള. അപ്പോൾ ഈ ഒരു വണ്ടി കുറച്ചധികം മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഒമ്നിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ള. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. പണ്ടത്തെ 90s കാലഘട്ടത്തിൽ നമുക്ക് എന്താ പറയുക, ഒരു കൊള്ള സംഗീതം അതേപോലെ തട്ടിക്കൊണ്ട് പോക്ക് അതിനകത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു മാരുതി സുസുക്കി ഒമ്നി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു വണ്ടിയുടെ ലുക്ക് അല്ലെങ്കിൽ ആ ഒരു തോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം ഒമ്നീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അത്യാവശ്യം ഇതേപോലെ മോഡൊക്കെ ചെയ്തിട്ടുള്ള വണ്ടി. അപ്പോൾ അതിൽപ്പെട്ട ഒരു വണ്ടിയാണിതാ ഇന്ന് എൻ്റെ കൂടെ ഉള്ള. കുറച്ചധികം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻസ്, എന്തൊക്കെയാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കഴിച്ചപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓണർ നമ്മളെ കൂടെ ഉണ്ട്. ബ്രോ പേരെന്ന് പറഞ്ഞു? അക്ഷയ് എന്നാണ് പേര് വരുന്നത്. ബ്രോയ്ക്ക് ഒരു ഷോപ്പ് ഉണ്ടല്ലേ? ഷോപ്പുണ്ട്. ആ ഷോപ്പിലാണ് വണ്ടി വർക്ക് ചെയ്തത്? ഫുള്ള് വർക്ക് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ചെയ്തേക്കുന്നത്. ഷോപ്പിൻ്റെ പേരെന്താണ്? മാക്സ് കെയർ ഓഡിയോസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇൻസ്റ്റേഡിയം കാര്യങ്ങൾ താഴെ കൊടുക്കുന്നതായിരിക്കും, ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഈ വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നാ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ മോഡലും ഡീറ്റെയിൽസും ഒന്ന് പറഞ്ഞു. ഇത് സെക്കൻഡ്സ് എടുത്തതാ. ഏകദേശം 2018 മോഡൽ വണ്ടിയാണ്. ഞാൻ എടുത്തത് 2020. അപ്പോൾ ഏകദേശം ഒരു 19,000 കിലോമീറ്റർ ഓടിയിട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതിന് ശേഷം ഫുള്ള് ഓക്കെ. നമ്മൾ ഈ വണ്ടി എടുത്ത സമയത്ത് വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്? സ്റ്റോക്ക് കണ്ടീഷനിൽ കിടന്നയാ, വേറെ ഒന്നും ചെയ്തിട്ടില്ല, പ്ലെയിൻ. പക്ഷേ പുത്തൻ കണ്ടീഷനിൽ കിടന്നയാ. വണ്ടി അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ എടുത്തത്. അപ്പം ആ ഒരു ഫ്രഷ് കണ്ടീഷൻ, മിൻറ്റ് കണ്ടീഷനിൽ തന്നെ കൈ കിട്ടുന്നത്. പിന്നെ അങ്ങോട്ട് ഫുള്ള് ഞാനും എടുത്തിട്ട് 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ബോഡി കിറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങി. ഈ ഒരു വണ്ടി പർപ്പസ് എന്താണ്? നമുക്ക് പണിയാൻ വേണ്ടി എടുത്തതാണോ? ഞാൻ ശരിക്കും ഷോപ്പിലേക്ക് വേണ്ടി എടുത്തതാ. പിന്നെ അത് മാറ്റി ഷോപ്പിലേക്ക് വേറൊന്നും എടുത്തിട്ട് ഇത് ഞാൻ മോഡിഫൈന് വേണ്ടി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തരണം എന്തൊക്കെയാണ് വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ വരുത്തിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നിലവിലിപ്പം ഹെഡ്ലൈറ്റിൽ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. പ്രൊജക്ടർ കാര്യങ്ങൾ ട്രൈ കളറാണ് കൊടുത്തേക്കുന്നത്. ഇത് കസ്റ്റം ചെയ്തെടുത്തതാണ്. ഇത് ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ ചെയ്തതാണ്. നമ്മുടെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ്സ് ഇപ്പം അത് ഇരിപ്പുണ്ട്. അത് കൂടാതെ ഞാൻ പുതിയ ഒരെണ്ണം എടുത്തിട്ട് അതിൽ കസ്റ്റം ചെയ്തെടുത്തതാണ്. ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് പ്രൊജക്ടർ കയറ്റി വേണമെങ്കിൽ നമുക്ക് DRL കയറ്റായിരുന്നു. പക്ഷേ ആവശ്യമില്ല, നോർമൽ ലുക്കിൽ ആക്കി എടുത്തതാണ്. പിന്നെ കസ്റ്റം ഫ്രണ്ടിൽ ഈ പറഞ്ഞ ഇത് നോർമൽ കളറിലാണ് വരുന്നത്, ഒരു ഗ്രേ കളറിലാണ് വരുന്നത്. അത് ജസ്റ്റ് സ്റ്റിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സ്റ്റിക്കർ വർക്കാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ കാർബണിൻ്റെ ഇച്ചിരി തിക്നെസ് ഉള്ള സ്റ്റിക്കറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫുള്ള്. പിന്നെ ഇതൊന്ന് ബ്ലാക്ക് ഔട്ട്, ലോഗോ ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻറ്റി ഗ്ലെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൺ ഫിലിം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആൻറ്റി ഗ്ലെയറിലും ചെയ്തിട്ടേക്കുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് ഔട്ട് അകത്തോട്ട് നോക്കാൻ പറ്റും, ഒരു ഷെയ്ഡേ കാണത്തുള്ളൂ. ലോങ് നോക്കുന്ന സമയത്ത് അല്ലേ? ലോങ് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് പുറത്തുനിന്നുള്ളവർക്ക് വ്യൂ കുറവായിരിക്കും. അത് വണ്ടിയുടെ ലുക്കിന് വേണ്ടി നമ്മുടെ ചെറിയൊരു ലുക്കിന് വേണ്ടിയിട്ട് കവർ ചെയ്തതാണ്. പിന്നെ കസ്റ്റം ഈ പറഞ്ഞ കിറ്റ് കാര്യങ്ങൾ. ഈ ഒരു ബമ്പർ നമുക്ക് ഒമ്നിക്കായിട്ട് വരുന്നതാണോ അത് നമ്മൾ കസ്റ്റം ചെയ്ത്? ഫുള്ള് കസ്റ്റം ചെയ്തേ. ഇത് പുറത്ത് ഈ ബമ്പർ കിറ്റ് ഫുള്ള് നമ്മൾ പുറത്ത് കൊടുത്താൽ ചെയ്തത്. ഞങ്ങൾക്ക് ബമ്പർ കിറ്റിൻ്റെ പരിപാടിയില്ല. ഇത് ഫൈബർ മോൾഡിനകത്ത് സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പം ഇത് മെഷ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അകത്ത് മെഷെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ലുക്കിന് വേണ്ടിയിട്ട്. പിന്നെ അകത്തോട്ട് ഈ പറഞ്ഞ ഇതെല്ലാം നമ്മൾ പറയുന്നതനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്ത് തരത്തിയാണ്. സാധാരണ എല്ലാവരും ചെയ്യുന്ന പരിപാടി മോമിനിക്കകത്ത് നമ്മുടെ ആൾട്ടോ 800 അല്ലേ, അതിൻ്റെ ബമ്പർ കട്ട് ചെയ്തിട്ട് കയറ്റി വെക്കാറാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഒമിനി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടെങ്കിൽ അതെ. അപ്പോൾ ഇത് കസ്റ്റമായിട്ട് ചെയ്ത് ഓരോ ഡിസൈൻ ആക്കി എടുത്തിട്ടാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഇവിടം വരെ കാണത്തുള്ളൂ. അതിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞു, ഇവിടം വരെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത്രയും പോർഷനേ ഉള്ളൂ സ്റ്റോക്ക്. അതിന് താഴോട്ട് ഫുള്ള് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. അതെ. അത് ഫൈബർ മോൾഡിങ് എന്ന് പറയും. ഫൈബർ മോൾഡിങ് വെച്ചിട്ടാണ് ബാക്കിയെല്ലാം ചെയ്തേക്കുന്നത്. നല്ല കട്ടി ഉണ്ടാവും സാധനം, തിക്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാണല്ലേ? അതെ. അതുമായിട്ട് മോൾഡ് ചെയ്ത് താഴോട്ട് ഇറക്കിയിട്ടാണ് ഈ ഡിസൈൻ എല്ലാം കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്. നോർമൽ ബമ്പറിനെക്കാട്ടും ഡബിൾ വെയിറ്റിൽ നിൽക്കും. ഫൈബർ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല കുറവാണ്. ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും ഒന്നും പോകാനൊന്നും പറ്റത്തില്ല. പിന്നെ ഹൈവേയിൽ തന്നെ ഇതിൽ പിന്നെ ബാക്കിലും കൂടെ വർക്ക് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് നല്ലോണം ബാക്ക് തന്നിട്ടുണ്ട്. ഫ്രണ്ട് വലിയ പ്രശ്നമില്ല, പക്ഷേ ബാക്ക് നമ്മൾ എവിടെ കൊണ്ടുപോയാലും ബാക്ക് കുറയും, പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടിയിൽ നിന്ന് ഉരച്ചോണ്ടാണ് പോകുന്നത്. ഓവറായിട്ട് കട്ടറിൽ ഇറങ്ങാനും പറ്റത്തില്ല. കട്ടിങ്ങിൽ ഇറങ്ങുമ്പോൾ അടി ഉരയുന്ന സൗണ്ട് ബാക്കിലായിട്ട്. അത് എന്താ വെഹിക്കിളത്തെ വെയിറ്റ് ഞാൻ കാണിച്ചില്ല കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ എടുത്തേക്കുന്ന മാറ്റങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയുടെ സൈഡിലോട്ട് പോകാം. സൈഡിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ പുറകു വശത്താണ്. അപ്പം സൈഡിലത്തെ മാറ്റം കഴിഞ്ഞിട്ട് നമുക്ക് പുറകിൽ നോക്കാം.
ബ്രോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു സൈഡ് വശത്ത് വരുത്തിക്കുന്ന മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ സൈഡിൽ മെയിൻലി നമ്മൾ അലോയ്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തേക്കുന്നത്. ഇതിനിപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്ന സമയത്ത് ഈ ഗ്രാഫിക്സ് ഒക്കെ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞതാണ് ഈ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയും. പക്ഷേ നമ്മളിപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലായതുകൊണ്ട് ഇത് പ്ലേസ് ചെയ്തിട്ട് ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഈ ഒരു അലോയ്സിന്റെ സൈസും കാര്യങ്ങളും എത്രയാണ്? ഇത് ഏകദേശം 12 സൈസിലാണ് വരുന്നത്. ഞാൻ 30 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ടയർ സൈസും ചെറുതായിട്ട് വ്യത്യാസം വരും. ടയർ ഫുള്ളി ഇതിൻ്റെ കൂടെ തന്നെ മാറി. അപ്പോൾ ഓവറായിട്ട് പ്രൊജക്ഷൻ എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് സ്റ്റോക്കിന്റെ കണ്ടീഷനിൽ കുറച്ച് ചേഞ്ച് വരുത്തിക്കൊണ്ട് മാത്രമേ തോന്നിക്കുന്ന തരത്തിലുള്ള അലോയ്സും അതിന് പറ്റുന്ന ഒരു ടയറും വണ്ടിക്ക്. ഇത് നിയോ പ്ലസിന്റെ അലോയ. ഏകദേശം ഒരു ടയർ ഉൾപ്പെടെ ഏകദേശം ഒരു 40K നിയറസ്റ്റ് വരുന്നുണ്ടല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ സൈഡ് ഗ്രാഫിക്സ് ഇത് ടെമ്പറലി അടിച്ചേക്കുന്നതാണ്. ജസ്റ്റ് ചെറിയൊരു ഷോപ്പിന് വേണ്ടി ഷോയ്ക്ക് പോയ സമയത്ത് ഷോ കാണിക്കാൻ വേണ്ടി. ഓക്കെ. നമ്മൾ അത്യാവശ്യം ഈ വണ്ടി ഓട്ടോ ഷോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? അത്യാവശ്യം പോകുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു കൂളിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അതേപോലെ സൈഡിൽ എടുത്തിട്ട് മാറ്റമാണ് ഈ ഒരു റൂഫ് ബോക്സ്, ഫെൻഡർ ബോക്സ്. ഓക്കെ. ഈ റൂഫ് ബോക്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിക്കി സ്പേസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു റൂഫ് ബോക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ എത്രയാണ്? ഇത് XXL വരുന്നത് ഉള്ളതിൽ ഏറ്റവും സൈസ് കൂടിയത്. പിന്നെ അതിൽ പിന്നെ ബൾക്കിംഗ് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇത് നോർമൽ കറക്റ്റ് ഫെൻഡർ റൂഫ്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ ജിമിനിയുടെ ക്രോസ് ബാർ ആണ് ഈ ഒരു സാധനം. അതാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് സ്ട്രോങ് ആവാൻ വേണ്ടിയാണോ എങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ്? ഈ ഇങ്ങനെ ബീഡിങ് വരുന്നതിനെല്ലാം നമുക്ക് ഈ ഒരു ഐറ്റം മാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സൈഡ് ബീഡിങ് അപ്പോൾ അകത്തോട്ട് കയറുന്നത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ ക്ലാമ്പിങ്ങിനകത്ത് ഇരിക്കും, സ്ട്രോങ് ആ സാധനം. അത് കൂടാതെ നല്ല വെയിറ്റ് താങ്ങുകയും ചെയ്യും. അത്യാവശ്യം വെയിറ്റ്, കാറ്റൊന്നും പിടിക്കാൻ വലിയ പ്രശ്നങ്ങൾ ഒന്നും വരത്തില്ല. ഇത് ഡിസൈനാ. പിന്നെ അത് മാത്രമല്ല ഇതിനും കോസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റ് ആവുന്നുണ്ട്. എത്ര വരുന്നുണ്ട്? 7 സംതിങ് വരുന്നുണ്ട് ഈ ഒരു ക്രോസ് ബാർ. ഈ ഡിസൈൻ മോഡൽ നമ്മുടെ ഈ ബോക്സിന് എത്ര വരുന്നുണ്ട്? ബോക്സ് ഏകദേശം 42 നിയറസ്റ്റ് വരുന്നുണ്ട്. XXX ആയതുകൊണ്ട് വലിയ മോഡലായതുകൊണ്ട് ഏറ്റവും വലിയ സൈസ് ആയതുകൊണ്ട് ആ ഒരു പ്രൈസ് വരുന്നുണ്ട്. നോർമലിന് ഏകദേശം ഒരു മീഡിയം റേഞ്ച് ഒക്കെ 22-24 ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിൽ എടുത്തിരിക്കുന്ന മാറ്റങ്ങൾ. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ നമ്മളെ സൈഡ് പ്രൊഫൈലിൽ പറയാനില്ല. ഇനി നമുക്ക് പുറകിലോട്ട് പോകാം. പുറകിലത്തെ മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറകിൽ വരുത്തിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റത്തെ മാറ്റം എനിക്ക് നമ്മൾ ടെയിൽ ലാമ്പിലാണ് വരുത്തിക്കുന്നത് അല്ലേ? അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇത് ഏകദേശം ഒരു 2 വർഷമായി ചെയ്തിട്ട്. അത് കസ്റ്റം നമ്മൾ ഡിസൈൻ കൊടുത്ത് നമുക്കൊരു 4-5 ഡിസൈൻ തരും. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുത്തതേ ഉള്ളൂ. ഇത് ഏകദേശം നമ്മൾ വണ്ടി എടുത്ത സമയത്ത് തന്നെ വർക്ക് ചെയ്തതാണെന്ന്? ഒരു 2-2.5 വർഷമായി. ഇത് ഇതിനകത്ത് ഇൻഡിക്കേഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതൊരു റെഡ് കളറാണ് നോർമൽ. രാത്രി കുറച്ച് എടുപ്പ് അറിയാൻ പറ്റത്തുള്ളൂ. അതെ. ഏകദേശം ഒരു 8,000 നിയറസ്റ്റ് കസ്റ്റം ചെയ്തതിനായി അന്നത്തെ ടൈമിലാണ്. ടെയിൽ ലൈറ്റ് മാത്രം ഈ ഒരു 2 ടെയിൽ ലൈറ്റ് കസ്റ്റം ചെയ്തപ്പോൾ. പിന്നുള്ളത് ബാക്കിൽ പറഞ്ഞ കണക്ക് ബമ്പർ കിറ്റ്, എക്സ്ട്രാ ബമ്പർ കിറ്റ് അതിനകത്ത് നോർമലി ഫ്രണ്ടിൽ ചെയ്ത കണക്ക് തന്നെ ഫൈബർ മോൾഡിങ്ങിനകത്ത് തന്നെ ചെയ്ത് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ വരെയാണ് സ്റ്റോക്ക് ബമ്പർ വരുന്നത്. അതിലൊരു ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഫുള്ളി താഴെ വരെ ഇറക്കിക്കൊണ്ട് ഇവിടം വരെ ബമ്പർ കാണത്തുള്ളൂ. അത് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു പ്ലേറ്റിംഗ് മാത്രം വെച്ചിട്ട് ബാക്കിലോട്ട് നമ്മുടെ ഡിസൈൻ നമ്മൾ പറഞ്ഞു കൊടുത്ത ഡിസൈൻ ബേസിൽ അവർ പിന്നെ ഒരു ഓപ്ഷൻ തന്ന് അങ്ങനെ സെലക്ട് ചെയ്ത് ഫൈബർ മോഡലിങ്ങിന് മാത്രം. ബാക്കിയൊക്കെ നമ്മുടെ ഇപ്പോൾ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കസ്റ്റം അതെല്ലാം നമ്മുടെ ഡിസൈനിലാണ്. പിന്നെ നമ്മൾ എക്സോസ്റ്റ് സ്റ്റിപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ. എക്സോസ്റ്റ് സ്റ്റിപ്പ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വാൽവട്രോണിക് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ. ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണോ ചെയ്തിരിക്കുന്നത്? ഫ്രണ്ട് ഹെഡറിൽ നിന്ന് ഡയറക്റ്റ് SS പൈപ്പ് ഇട്ട് ഇറക്കിയേക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഡയറക്റ്റ് പൈപ്പാണ്. കുറച്ച് ലൗഡാണ്, അത്യാവശ്യം ലൗഡാണ്, നല്ല ലൗഡാണ്. വാൽവട്രോണിക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഓഫ് ഓണും ഉണ്ട്. വാൽവ് അങ്ങനെയാണ് വരുന്നത്. ഇത് ശരിക്കും ആദ്യം ഞാൻ ഡബിളായിരുന്നു എടുത്തത്, ഡബിൾ എക്സോസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് പെട്രോൾ ടാങ്ക് വരുന്നത്. അത് കാരണം നമുക്ക് കൊണ്ടുവന്ന് കയറ്റാൻ 2 എണ്ണം കൊണ്ടുവന്ന് ആഡ് ചെയ്ത് ഇറക്കാൻ പാടായിരിക്കും. അപ്പോൾ സിംഗിൾ ആകുമ്പം ഇറങ്ങി വരും. അപ്പോൾ ഫുൾ പൈപ്പ് ഇട്ടിട്ട് മേളിൽ നിന്ന് കൊണ്ടുവന്ന് ബാക്ക് എടുത്തിട്ട് നമുക്ക് 2 സൈഡിലായിട്ട് വരും. അതെ. 2 എണ്ണം ആണെങ്കിൽ ഇതിന്റെ അവിടെ തന്നെ കൊണ്ടുവരാം. അത് നമുക്ക് പ്ലേസ്മെന്റാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ചൂസ് ചെയ്ത് എക്സ്ട്രാ പൈപ്പ് ഇട്ട് അടിച്ച് ഇറക്കാം. പക്ഷേ അത് ഹെഡർ ഇട്ടേക്കുന്ന സാധനം റമസിന്റെ ഡ്യുവൽ വാൽവാണ്. ആ ഡ്യുവൽ വാൽവ് പക്ഷേ ഞങ്ങൾ സിംഗിൾ ആക്കിയത്. 1 സൈഡ് കട്ട് ചെയ്തിട്ട് സിംഗിളിനകത്തോട്ട് കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പുറകിൽ ഔട്ടർ ലുക്ക് എന്ന് പറയുന്ന. ഇനി മെയിൻ മാറ്റം നമ്മുടെ ഈ ഒരു വണ്ടിയുടെ അകത്താണ്. അതൊന്ന് കണ്ടാലോ? ഇതാണ് ആ ഒരു മാറ്റം എന്ന് പറയുന്ന. ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് പ്രോ ചെയ്തിരിക്കുന്നത്? ഇത് ഫുള്ള് കിക്കറിന്റെ കോംബോയാണ്. ഫുള്ളി കിക്കറാ. ഏകദേശം നമ്മൾ ഈ ഒരു സബ്വൂഫർ L7 കിക്കറിന്റെ L7 കോംബോ, L7R എന്ന് പറയുന്ന സീരീസാണ്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ട്യൂട്ടറും
എല്ലാം മിഡ് റേഞ്ച്. ഇതൊരു മിഡ് റേഞ്ച് ആണ്. ഉം. ഈ ഒരു സ്ക്വയർ ഷേപ്പ് കണ്ടില്ലേ, ഉം. അതാണ് ഒരു മിഡ് റേഞ്ച്. ഉം. മിഡ് ഡേ പ്ലസ് ട്യൂട്ടർ, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രോസ് ഓവർ എല്ലാം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഓക്കെ. അത് കൂടാതെ ഇത് ഔട്ടർ ലുക്കിലുള്ള സാധനങ്ങൾ കൂടാതെ ഇന്നർ വേറെ സാധനങ്ങളാണ്. നല്ല പരിപാടി ചെയ്തിട്ടുണ്ട്. വേറെ വർക്കുകൾ ചെയ്തിട്ടാണ് പുറത്തോട്ട് വന്നേക്കുന്നത്. ഇത് കാണാനുള്ള ഐറ്റംസ് മാത്രമേ ഇവിടെ കൊണ്ടുവന്ന് നിരത്തിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു 2 ഐറ്റം ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രാസ്ഫോയുടെ 4 ചാനൽ ലാമ്പ് ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഈ ഒരു സ്പീക്കേഴ്സില്ലേ, ഇത് ഫുള്ള് കിക്കറാ. ഇത് ഒരു 6.5 ഇഞ്ചിൻ്റെ 4 പീസ് ഉണ്ട്. അപ്പം ഇത് ഫുള്ള് കിക്കറാ. ഇത് ഫുള്ള് ലോഡ് ചെയ്തേക്കുന്നത് വേറെ ഒരു 4 ചാനലിനകത്താണ്. പിന്നെ 2 സെക്ഷൻ ആയിട്ടാണ് കൊടുത്തത്. ഇതെല്ലാം ഓരോ സ്പെക്ക് ആമ്പുകളിലായിട്ടാണ് ഡീൽ ചെയ്തേക്കുന്നത്. ഈ 2 സ്പീക്കേഴ്സ് നമ്മൾ ഒരു 4 ചാനൽ, പിന്നെ ഇതിന് ഈ ഒരു ഓവലും പ്ലസ് ഈ ഒരു സാധനം കൂടെ വേറൊരു 4 ചാനലിനകത്താണ് ലോഡ് ചെയ്തേക്കുന്നത്. പിന്നെ അത് കൂടാതെ ഒരു 2 സബ്വൂഫറാണ്. ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ. ഇതെന്തോ സംഭവം? ഇത് ഞാൻ നമ്മുടെ വണ്ടിയിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ശ്രദ്ധിച്ചാണ്. എന്താ സംഭവം? ഇത് സബ്വൂഫർ തന്നെ കമത്തി വെച്ചേക്കുന്നത്, ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ച് റിവേഴ്സ് ബയസിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിന്റെ സെറ്റപ്പോ ഇത് മാഗ്നറ്റ് ആണ്. ഇതിന്റെ ആ ഒരു സാധനത്തിന്റെ ലുക്കാണ്. മീൻസ് സാധാരണ സബിന്റെ കണക്കല്ല, ഇത് ഇമ്പോർട്ടഡ് മോഡൽ പ്രീമിയം ലുക്കാണ്. ആ ഒരു ഔട്ടർ ലുക്കാണ് അത്. നമ്മൾ അതിനകത്ത് വേറെ ഒന്നും ചെയ്യില്ല, സബ്വൂഫർ മേടിച്ച് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് 85 റേഞ്ചിനകത്തൊക്കെ വരുന്നുണ്ട് സെറ്റ്. ഇത് ഏകദേശം 1500 വാട്ട് RMS 1 പീസിനകത്ത് വരുന്നുണ്ട്. 1 ohms ആണ്. അതേപോലെ തന്നെ മേലിയിരിക്കുന്നത് ഏകദേശം 750 RMS വരുന്ന L7R. അത് പിന്നെ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന സീരീസ് L7 ബസ്സുകാരെല്ലാം യൂസ് ചെയ്യുന്ന സാധനം, അതതിനകത്തുണ്ട്. ഓക്കെ. അത് കൂടാതെ പിന്നെ അതിൻ്റെ തന്നെ പാർട്ടാണ് ഈ ഓവൽ സ്പീക്കർ. അതിനുണ്ട് ഏകദേശം ഒരു 14-15 രൂപ റേഞ്ച്. ഈ പറയുന്ന ട്യൂട്ടറിനുണ്ട് 16 രൂപ. അതിന്റെ പ്രൈസ് ഉള്ളതാണല്ലോ. ഒരു പീസിന് ട്യൂട്ടറിന് 16 രൂപ വില വരുന്നുണ്ട്, സിംഗിൾ പീസിന്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇപ്പോൾ ചെയ്തേക്കുന്ന എത്ര രൂപ? ഇതിപ്പോ ഓഡിയോ വർക്ക് ഇങ്ങനത്തെ ഇതിനകത്ത് ഓരോ കേബിൾസ് വരെ യൂസ് ചെയ്തേക്കുന്ന ESXന്റെ ഒക്കെ പ്രീമിയം സെക്ഷനാണ്. അതേപോലെ ഈ ഒരു കേബിൾസ് RC കേബിളൊക്കെ 3500 രൂപ വിലയുള്ള കേബിൾസ്. അപ്പോൾ അങ്ങനെ വരുന്ന എല്ലാം കൂടെ ഏകദേശം ഒരു അറൗണ്ട് 6.5-6 lakhs നിയറസ്റ്റ് വരുന്നത്. വണ്ടിക്ക് നമുക്ക് ഏകദേശം 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ. ബോഡി സിസ്റ്റം മാത്രം ഏകദേശം 6 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മോക്കോടെ മോണോ ബ്ലോക്ക്, അതും ബസ്സുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഐറ്റംസ് ആണ്. കൂടുതലും ബസ് വെച്ച സാധനമാണ് പൊതുവേ ഓൾമോസ്റ്റ് അങ്ങനെയുള്ള അല്ല ഈ വക സാധനങ്ങൾ ഫുള്ള് ആഡ് ചെയ്യുന്നത് ബസ്സിലേക്ക്. മീൻസ് ഭയങ്കര ഔട്ട് കിട്ടാനുള്ള സാധനങ്ങളാണ്. ആ ഐറ്റംസ് ആഡ് ചെയ്തേക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു ഷോപ്പിന്റെ ഒരു മാസ്റ്റർ വർക്ക് ആയിട്ട് ഇങ്ങനെ വെച്ചതാ. ഓക്കെ. അപ്പോൾ ഈ ഒരു സെക്ഷനൊക്കെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ തുറന്നു വയ്ക്കുമ്പോൾ ലുക്ക് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് നോർമലി ഞങ്ങൾ ചെയ്തത് ഇത് മൊത്തം MDFനകത്താണ്. MDF ചെയ്തിട്ട് ഇത് വേറൊരു സെക്ഷൻ ഉണ്ട്. നമ്മൾ ഈ ചെയ്തേക്കുന്നതിനകത്ത് ഫുള്ള് വണ്ടി മൊത്തം ഡാംഡാ. വണ്ടി ഈ ഒരു ഫുൾ ബോഡി ഫുള്ള് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.25 ലക്ഷം രൂപയ്ക്ക് 1.25 ലക്ഷം രൂപയ്ക്ക് ഡാമ്പിങ് മാത്രം ചെയ്തിട്ടുണ്ട്. മീൻസ് ഔട്ടർ ലുക്ക് ഇത് ഡാമ്പിങ് ആണ്. ഡാമ്പിങ് ഷീറ്റാണ്. ഈ ഫ്ലോർ അടിച്ചേക്കുന്നത് ഗുഡ് ബാലൻസിന്റെ ഡാമ്പിങ് ആണ്. മേളിൽ അടിച്ചേക്കുന്നത് കാർബൺ സീരീസിന്റെ ഡാമ്പിങ് ആണ്. കാർബൺ ഒരു 10 പീസിന്റെ റേറ്റ് ഏകദേശം 14,000 രൂപ 16,000 രൂപ റേഞ്ചിൽ. ലോക്കൽ മെറ്റീരിയൽ അല്ല, അത് മൊത്തം ഫുള്ള് പ്രീമിയം സെക്ഷനാണ്. കാര്യം മേളിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹീറ്റിംഗ് വരുന്ന സമയത്ത് ഉരുവാൻ പാടില്ല. അപ്പോൾ അതും ഞങ്ങൾക്ക് സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ റൂഫിൽ അതേപോലെയുള്ള ബ്രാൻഡ്സ് യൂസ് ചെയ്തത്. താഴെ അതേ കണക്ക് പ്രീമിയം ബ്രാൻഡിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? എല്ലാം ഞങ്ങൾ പ്രീമിയം മാത്രമേ ഉള്ളൂ, ലോക്കൽ ബ്രാൻഡ്സ് ഒന്നും ചെയ്യുന്നില്ല. അതേപോലെ ഈ ഒരു ബോർഡ് മൊത്തം MDFനകത്ത്, അതിൻ്റെ അകത്തും ശരിക്കും പറഞ്ഞാൽ ഡാമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബോക്സിൻ്റെ അകത്ത് ഡാമ്പ് ചെയ്തിട്ടുണ്ട്. ബോക്സ് പഞ്ച് ബോക്സ് ചെയ്തിട്ട് അപ്പം വൈബ്രേഷൻസ് ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ ചെയ്ത് വരുമ്പോഴല്ലേ അറിയാനും പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്ത് ഇറക്കിയപ്പോഴത്തേക്കും ഒരുപാട് വൈബ്രേഷൻ ഇവിടെ വരാറുണ്ട്. കാര്യം ബോഡിക്ക് അത്രയും ലെന്ത് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്ത് ഫുള്ള് ഡാമ്പ് ചെയ്ത് കുറച്ച് എക്സ്ട്രാ പ്ലേറ്റിങ് കൊടുത്ത് അങ്ങനെയാണ് ഫുള്ള് അത് മൊത്തം ചെയ്തത്. സമയത്ത് ആ ഒരു വൈബ്രേഷൻ കാര്യങ്ങളെല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വൈബ്രേഷൻസ് ഒന്നുമില്ല. പിന്നെ ബാറ്ററിയുടേതായിട്ടുള്ള ഇത്രയും സാധനങ്ങൾ റൺ ചെയ്യുന്നത് ഈ ഒരു സിംഗിൾ ബാറ്ററിയിലാണ് ഇപ്പോൾ ശരിക്കും കൊടുത്തേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ താങ്ങുന്ന പരിപാടിയല്ല. പക്ഷേ ഇതിനിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. ഇതിപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോവുക. ഇനിയിപ്പം ഇതും ഒന്ന് അപ്ഡേഷൻ ഉണ്ട്. അത് കൂടാതെ ഇത് കുറച്ച് നാളായി. നമ്മൾ ആദ്യത്തെ പീസിൽ ഫസ്റ്റ് സ്ട്രക്ചർ ബേസിൽ ജസ്റ്റ് ഡെമോ ചെയ്തതാണ്. സെക്കൻഡിന് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബേസിൽ കുറച്ചും കൂടെ ഡിസൈൻ ചെയ്തിട്ട് കുറച്ചും കൂടെ അകത്തോട്ടാക്കാൻ പോവാം ആ സമയത്ത്. അപ്പോൾ ഇനിയിപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു ട്രാവലറിൻ്റെ ബാറ്ററി ഇല്ലേ, അത് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് ആഡ് ചെയ്യാനുള്ള സെറ്റപ്പിൽ ചെയ്യാം. അതാകുമ്പോഴത്തേക്കും നമുക്ക് പവർ കറക്റ്റ് ടാലി ആയിരിക്കും. അപ്പോൾ ഈ ഒരു എന്താ ഈ സെറ്റ് ചെയ്യാനുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഷോപ്പിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തേ. ജസ്റ്റ് വൺ ടൈമിൽ നമ്മൾ ചെയ്തേ. നമ്മൾ കുത്തിയുടെ ഡിസൈൻ ഒന്നും ചെയ്തില്ല. ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി 2 ദിവസം കൊണ്ടുള്ള സെറ്റപ്പിൽ ചെയ്തു. അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ രാവിലും രാത്രിയായിട്ട് നിന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തേ. ഇതിന് വേണ്ടിയിട്ട് ചെയ്ത് നിർത്തിയതാണ്. കാര്യം
അന്ന് ഇത് കഴിഞ്ഞിട്ട് വണ്ടി ഒരു ഓട്ടോ ഷോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ ഫുള്ളി കവർ ചെയ്തേ. സാധാരണ ഫുൾ വർക്കൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു 3 ദിവസം പിടിച്ചിടും. ഇങ്ങനത്തെയൊക്കെ കസ്റ്റം വർക്കൊക്കെ ആണെങ്കിൽ നോർമൽ വർക്ക്സൊക്കെ പെട്ടെന്ന് തീരും, അല്ലാതുള്ളതൊക്കെ കുറച്ചൊന്ന് പിടിച്ചിടും. പക്ഷേ ഇത് നോർമലി 2 ദിവസം കൊണ്ട് നമ്മൾ ഫുള്ളി കവർ ചെയ്ത്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു ആ സമയത്ത്? ഞങ്ങൾ ഓൾമോസ്റ്റ് ഞാൻ ഇത് കണ്ട സമയത്ത് നമ്മുടെ എല്ലാം റെഡി സ്റ്റോക്ക് ഉണ്ട്. ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം റെഡി സ്റ്റോക്കാണ്. ഒന്നും വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നിന്നില്ല. എല്ലാം അപ്പം സ്പോട്ടി എടുത്ത് ചെയ്ത് എന്നുള്ളതേ ഉള്ളൂ. ഇത് ഒരു ട്യൂഷൻ ലാമ്പ് കേട്ടോ. ഈ ഇരിക്കുന്നത് ആംപ്ലിഫയർ ആണ്, ഈ ഇരിക്കുന്ന ആംപ്ലിഫയർ ആണ്, ഇതൊരു ആംപ്ലിഫയർ. ഇതാണ് പവർ ഡിസ്റ്റിങ്ക്യൂഷൻ ബോക്സ് എന്ന് പറയും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഒരു ഒറ്റ കേബിളേ വലിച്ചിട്ടുള്ളൂ ബാറ്ററിയിൽ നിന്ന്. ആ ഇട്ടേക്കുന്ന കേബിൾ ESXൻ്റെ, ഞാനതാ പറഞ്ഞത്, ഏകദേശം ഒരു 13 രൂപ 14 രൂപ കേബിളിന് മാത്രം വിലയുണ്ട്. ഒരു കേബിളിന്, അതായത് 5 മീറ്ററിൻ്റെ ഒരു റോൾ കേബിളിന് മാത്രം 13 രൂപ വിലയുണ്ട്. ആ ഇട്ടേക്കുന്ന കേബിൾ ഫുള്ളി കോപ്പറാണ്, OFC കേബിൾസ് അല്ല. നോർമലി ആൻഡ്രോയിഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, സബ് ഊഫർ ആംപ്ലിഫയർ ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം OFC കേബിൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സാധാ CC കേബിൾസ് ആണ് നോർമൽ. അത് കൂടാതെ ഇച്ചിരി പ്രീമിയം സെക്ഷൻ എന്ന് പറയുന്നവരെല്ലാം OFC കേബിൾസ് ആയിരിക്കും. അതിൽ നിന്നും ചേഞ്ച് വരുത്തിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സാധനം. ഒറിജിനൽ കോപ്പർ, ഒറിജിനൽ കോപ്പർ സാധനമാണ് ആ ഒരു ബ്രാൻഡിന്റെ. ലൈഫിന്റെ മാത്രമല്ല, പവർ കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ മറ്റേനകത്തൊരു 8-2 ഗേജ് ഇടുന്ന സമയത്ത്, അത്രയും തിക്നെസ് ഉള്ള സാധനം ഇടുന്ന സമയത്ത് അതിൻ്റെ ഒരു 4-1 ഇട്ടാൽ മതി. അതാണ് ഒറിജിനലും ഇതുമായിട്ടുള്ള വ്യത്യാസം. അപ്പം അങ്ങനത്തെ കേബിളാണ് ഇത് ഇട്ടേക്കുന്നത്. അതാണ് ഈ ഒരു പവർ ഡിസ്റ്റിങ്ക്യൂഷൻ ബോക്സ്. അതായത് ഇത് വന്നിട്ട് ഡയറക്റ്റ് വന്ന് കയറും. കയറിയിട്ട് ഈ 4 ആംപ്ലിഫയറിലേക്കുള്ള പവർ ഡിസ്റ്റിങ്ക്യൂഷൻ ഇതിനകത്ത് നിന്നാണ് പോയേക്കുന്നത്. 4 ജംഗ്ഷനിലോട്ട് പോയേക്കും. ഇതൊരു ജംഗ്ഷൻ, ഇതിൽ നിന്ന് 4 സൈഡിലോട്ട് പോയേക്കാം. ഈ ഒരു 4 ആംബിലോട്ട് പോയിക്കുന്നതാണ് പവർ. ഡയറക്റ്റ് പവർ ഇതിനകത്ത് നിന്നാണ് പോയേക്കുന്നത്. ശരി. അപ്പം നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ 4 ലൈൻ വലിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നോർമലി ഒരുവിധപ്പെട്ട ഓഡിയോ ചെയ്യുന്നവർക്ക് അറിയാം. നമുക്ക് ഇതിന്റെ ഔട്ട് ഒന്ന് കേട്ട് നോക്കിയാലോ? ഓപ്പൺ ആക്കി. ഓക്കെ, നമുക്ക് ഈ ഒരു ഓഡിയോ ഔട്ട് ഒന്ന് കേട്ടു. ബ്രോ ഓൺ ആയിക്കും. The sun is up, so run it down, get your money up, put money down, on all of us, on my people now, on what I love. Ooh, എന്തിനാ പറയാ വിട്ടുപോയി. ഗായ്സ്, അപ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടല്ലോ, ഒരു രക്ഷയില്ല. അടുത്തൊക്കെ കേൾക്കുന്ന സമയത്ത് ചെറിയ പ്രശ്നമാണ് ബ്രോ. അതിന്റെ അടുത്തൊക്കെ കേട്ട പ്രശ്നമല്ലേ? മീൻസ് കീഴിരുന്ന് കേട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് തുളച്ച് കയറും. ആ ട്യൂട്ടർ ഞാൻ പറഞ്ഞില്ലേ, അത് ഭയങ്കര ത്രോയാ. അതുകൊണ്ട് ഇച്ചിരി ഡിസ്റ്റൻസ് കേൾക്കുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്നെങ്കിലും നമ്മൾ ഈ ഗ്രൗണ്ടിന്റെ മൂലയിൽ പോയിരുന്നാലും ശരിക്കും പറഞ്ഞാൽ അതിന് കീഴ് നിൽക്കുന്നില്ല, കുറച്ച് ബാക്കിലോട്ട് നിന്ന് കഴിഞ്ഞാൽ ക്ലാരിറ്റി നല്ല ഔട്ട് അറിയണമെങ്കിൽ ബാക്കിലോട്ട് തന്നെ ആയിരുന്നു. അടുത്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓഡിയോ സിസ്റ്റത്തിൽ വരുത്തേക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഓഡിയോ സിസ്റ്റത്തിൽ വരുത്തേക്കുന്ന ആ ഒരു ചേഞ്ചസ് എന്ന് പറയുന്ന ഏകദേശം 6 ലക്ഷം രൂപ വരെ ഓഡിയോ സിസ്റ്റമാണ് ഇതാ ഈ ഒരു വണ്ടി ചെയ്തേക്കുന്ന. ഇതിന്റെ അകത്തും ഉണ്ട് കേട്ടോ, വേറെ അകത്തുണ്ടല്ലേ? അകത്തും വേറൊരു സബ് ഊഫർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അത് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്റീരിയറിൽ ആ ഒരു പറഞ്ഞ മാറ്റം എന്താണ്? ഇത് നിലവിൽ ബാക്കിൽ ആഡ് ചെയ്തിട്ടില്ലേ, അത് കൂടാതെ ഒരു സബ് ഊഫറാണ് ഈ ഒരു ആഡ് ചെയ്തേക്കുന്നത്. ഇത് 12 ഇഞ്ചിന്റെ കൂടാതെ നമ്മൾ അകത്തൊന്നും ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ നോർമലി അത് ഞാൻ ഓഫ് ആക്കാറുണ്ട്. മീൻസ് 2 എണ്ണം ഇട്ടിട്ട് നമ്മൾ അകത്ത് പോകുന്ന സമയത്ത് ഓഫ് ആക്കിയിട്ട് ഇതും കൂടെ, ഇത് ശരിക്കും പറയാൻ അതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നതാ. അത് പുറത്ത് ഇടിയാറിന് ഇത് അറിയത്തില്ല. പക്ഷേ അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇത് ഓക്കെ കറക്റ്റ് ടാലി ആയിട്ട് നമുക്ക് പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഏതിൻ്റെ ആയിരിക്കും? ഇത് ഇൻഫിനിറ്റി പ്രൈമസിന്റെ സാധനം. അതൊരു ഡയമണ്ട് ട്യൂബിനകത്ത് ആക്കിയിട്ടേക്കുന്നതേ ഉള്ളൂ. ഇത് ബാക്കിൽ ഓൾറെഡി ഇരുന്നതാ, പിന്നെ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ആക്കി. അവിടുത്തെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആക്കിയതാണ്, അകത്തോട്ടാക്കിയതാണ്. ഇത് നേരത്തെ ഈ വണ്ടിക്കകത്ത് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇതായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷെ അത് തന്നെ ഇതിനകത്ത് ഓക്കെ ആയിരുന്നു, നല്ല സൗണ്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഷോ ആക്കുന്ന സമയത്ത് അവിടുന്ന് ഒഴിവാക്കിയിട്ട് ഫ്രണ്ടിലോട്ട് ആക്കിയതാണ്. പിന്നെ ഇതിന്റെ പാർട്ട് തന്നെ ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ സ്പീക്കേഴ്സ് വരുന്നത് ഇതൊരു ഹൈപ്പർ സോണിക്കിന്റെ സ്പീക്കേഴ്സാണ്. ഈ ഒരു 2 സെക്ഷൻ അതിനകത്ത് ആംബിയൻ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏകദേശം അറൗണ്ട് ഒരു 5000 നിയറസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു പേര. അതൊരു പേരിന്റെ റേറ്റാണ്, വലിയ കോസ്റ്റ്, ഓവർ റേറ്റിംഗ് ഒന്നുമില്ല. പക്ഷേ ഇത് ഭയങ്കര ക്ലാരിറ്റിയ സാധനം. ഇത് റിഫ്ലക്റ്റഡ് ഊഫർ എന്ന് പറയും. ഇതിന്റെ ബാക്കിലൊരു റിഫ്ലക്റ്റിംഗ് ഊഫർ ഉണ്ട്. ആ ഒരു സ്പീക്കറായിട്ട് തന്നെ വർക്ക് ചെയ്യും.
പിന്നെ അത് കൂടാതെ ഒരു സോണിയുടെ ഒരു 416 BT എന്ന് പറയുന്ന സ്റ്റീരിയോ, അത് അറൗണ്ട് ഒരു 8,000 നിയറസ്റ്റ് വരുന്നുണ്ട് സ്റ്റീരിയോയ്ക്ക് മാത്രം. പക്ഷെ അത് എല്ലാവർക്കും അറിയാം, അത് നോർമലി സോണിയുടെ സ്റ്റീരിയോയ്ക്ക് 5 സംതിങ് വിലയുണ്ട്. പക്ഷെ അതിന്റെ പ്രീ ഔട്ട് കൂടുതലുള്ള സീരീസാണ് ഇത്. അപ്പോൾ പ്രീ ഔട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും ആംപ്ലിഫൈസ് അതിനകത്ത് ലോഡ് ചെയ്യാൻ പറ്റും. ഇത് ലോഡ് ചെയ്യണമെങ്കിൽ അതേപോലെ പ്രീ ഔട്ട് കാര്യങ്ങളെല്ലാം ഉള്ളത് വേണം. എനിക്ക് വേണമെങ്കിൽ ആൻഡ്രോയിഡ് എടുത്ത് വെക്കാം, പക്ഷെ അതിന്റെ ഔട്ട് കിട്ടത്തില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇത് ഒഴിവാക്കിയിട്ട് ഈ ഒരു ഇങ്ങനത്തെ മോഡൽ. എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കും ഇത് തന്നെ ക്വാളിറ്റി. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. DSP ഔറയുടെ ഒക്കെ DSP മോഡലെല്ലാം വന്നിട്ടുണ്ട്. അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ എന്ന് പറയാനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻസ് ഇനി വരാനുണ്ടോ? ഇനി ഇത് ഇന്റീരിയർ വർക്കിലോട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കൈവച്ചിട്ടില്ലായിരുന്നു. കാര്യം ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം കിടക്കുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് ആഡ് ചെയ്ത് വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫ്രണ്ട് ബക്കറ്റ് സീറ്റ് കാര്യങ്ങളിലോട്ട് മാറ്റുന്നുണ്ട്. ഈ അകത്ത് കുറച്ച് ഇന്റീരിയർ വർക്ക് ഇതിനകത്തൊന്ന് കവർ ചെയ്യാനുണ്ട്. ഫുള്ളൊന്ന് ഡിപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ അതെല്ലാം ഡിപ്പ് ചെയ്യാൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ആകെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ AC ഇല്ല. നല്ല ബുദ്ധിമുട്ടാണ്. ഡാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രശ്നം. ഡാമ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റിംഗ് കുറയും. പക്ഷേ നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ ഈ ഡാമ്പിങ്ങിനകത്ത് നിന്നുള്ള ചൂട് നല്ലോണം പഴുക്കും, നല്ല ചൂടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ടോട്ടലായിട്ട് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് എക്സോസിനോട്ടൊന്ന് കേൾക്കാണ്ട്, അപ്പോൾ അതും കൂടെ കേട്ട് നമുക്ക് വൈൻഡ് അപ്പ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ എക്സോസ് സൗണ്ട് കൂടെ കേട്ടോ. ഓക്കെ, നോർമൽ സൗണ്ട് ഉണ്ടേ, രണ്ടും കേൾപ്പിച്ചതാ. ബാൾബിട്രോണിക് എക്സോസ്റ്റാണ്, ഫുൾ സിസ്റ്റം എക്സോസ്റ്റാണ് നമ്മൾ വണ്ടി ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ടിനകത്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും തന്നെ ഉള്ളൂ നമ്മളെ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനായിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വരുത്തിക്കുന്ന മാറ്റങ്ങൾ, അതേപോലെ ഈ വണ്ടിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം ബ്രോ, അപ്പോൾ എന്തായാലും താങ്ക്സ് ഉണ്ട് നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ കിട്ടിയതിൽ. അപ്പം പുള്ളിയുടെ പേജും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ദിവസം ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പം ഇനി ഇതേപോലെ നല്ല വീഡിയോസ് ആയിരിക്കും. അത് വരിക എല്ലാവർക്കും. ഗുഡ് ബൈ. ഓക്കെ, ബൈ.